ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കാർത്തികയും ലക്ഷ്മിയും പരസ്പരം പോരടിക്കുകയാണ്. ലക്ഷ്മി പറയുന്നുണ്ട്, നോക്കിക്കോ, എന്തായാലും കോടതിയിൽ ഇയാളെ ഞാൻ കയറ്റിയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക പറയാണ്, അതിന് നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല, അതൊന്നും നടക്കാനും പോകുന്നില്ല, പിന്നെ നിങ്ങളെ കണ്ടാലറിയാം എന്തിനും പോകുന്ന സ്ത്രീയാണെന്നുള്ളത് എന്ന് പറയുമ്പോൾ അങ്ങനെയാക്കി തീർത്തത് ഇയാളും ഇയാളുടെ അമ്മയും ചേർന്നാണ്. 25 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം നിനക്ക് അറിയാലോടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി. അപ്പൊ ആ സമയത്ത് നോക്കിക്കോ, എൻ്റെ അമ്മയുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കും. അപ്പോൾ വെല്ലുവിളിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ വെല്ലുവിളി തന്നെയാണെന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് കാണാമെന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നീ ഒരു കാരണവശാലും എൻ്റെ കൊക്കിൽ ജീവനുള്ള, അപ്പോൾ നീ ആരുടെ കഴുത്തിലും താലി കെട്ടാൻ പോകുന്നില്ല എന്ന് ലക്ഷ്മി അങ്ങനെ മറുപടി പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പ്രകാശനെയും കൊണ്ട് കാർത്തിക അവിടെ നിന്നും പോവുകയാണ്. കാറിൽ അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ കാർത്തിക വീണ്ടും പ്രകാശനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അച്ഛ ആ സ്ത്രീയുടെ മുന്നിൽ ഇങ്ങനെ ചൂളി നിന്നത്, അച്ഛൻ എന്തിനാ ഇങ്ങനെ ഭയത്തോടു കൂടിയൊക്കെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ നിൽക്കണ കാണുമ്പോഴല്ലേ എനിക്ക് പറഞ്ഞ എന്നെ പോലുള്ളവർക്ക് വരെ സംശയങ്ങൾ തോന്നുന്നത് എന്ന് പറയാണ്. ഇതൊക്കെ ആ കല്യാണിയുടെയും കിരണിൻ്റെയൊക്കെ പരിപാടിയാണെന്ന് എനിക്ക് സത്യമായിട്ട് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കയറച്ച എന്നും പറഞ്ഞ് കാറിലോട്ട് അങ്ങനെ കയറ്റുകയാണ് പ്രകാശന്. അതിനുശേഷം ലക്ഷ്മിയും കാർത്തികയും പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീടെത്തുന്നതാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ വിക്രവും അമ്മൂമ്മയും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കാണ്. അപ്പോൾ കാറ് വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിക്രം പറയാണ്, ഇപ്പോൾ അച്ഛൻ്റെ കല്യാണം മുടങ്ങി, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വിക്രം തന്നെ പറയുന്നുണ്ട്, അതെ കല്യാണം മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറൊരു നിവൃത്തിയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് എന്തിനും പോകുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്, അവരുമായിട്ട് ഞാൻ അങ്ങിറങ്ങും യുദ്ധത്തിനെന്നുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ, അയ്യോ മോനെ നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ, നീ ഇനിയും ചെയ്യുന്ന ജയിലിൽ കിടക്കല്ലേ, നീ അങ്ങനെയൊന്നും ചെയ്യല്ലേട്ടാ എന്ന് പറയാണ് അമ്മുമ്മ. അപ്പോൾ അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും അമ്മുമ്മ എന്ന്, കല്യാണം നടക്കും, നടക്കാതിരിക്കില്ല എന്ന് അമ്മുമ്മ പറഞ്ഞു നിൽക്കുമ്പോൾ പ്രകാശനും കാർത്തികയും ആ കാറ് വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കാർത്തികയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അമ്മുമ്മ പറയാണ്, അയ്യോ കാർത്തിക മോളാണല്ലോ, പ്രകാശനെ കൊണ്ടുവന്നില്ലേ, അവൾ ഒറ്റയ്ക്കാണോ വന്നത് എന്നിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ പ്രകാശന് ആ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അമ്മമ്മ പറയുന്നുണ്ട്, ആ മിടുക്കിയാണ് അവൾ, മിടുക്കിയാണ്, ഇതേ പ്രകാശനെയും കൊണ്ടാണല്ലോ വന്നിട്ടുള്ളത്. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് വരികയാണ്. അപ്പം ആ സമയത്ത് തീരെ വയ്യാത്തൊരവസ്ഥയിലാണ് പ്രകാശൻ. എന്താടാ പ്രകാശ, നിന്നെ തല്ലിയോ പോലീസുകാർ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ. അപ്പോൾ പിന്നെ തല്ലാതിരിക്കൂ, എന്നെ കിട്ടിയതല്ലേ, നല്ല ഇടി തന്നെ ഇടിച്ചിട്ടുണ്ട്, കിഡ്നിയൊക്കെ ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും എന്ന് പറയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ അവരാണല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും വിക്രം ചോദിക്കണം, എന്താണ് കാര്യം, എന്തിനാണ് അച്ഛനെ അറസ്റ്റ് ചെയ്തത്, കാര്യം പറയ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാർത്തിക പറയാണ്, അച്ഛൻ്റെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ആ സ്ത്രീയാണ് അച്ഛനെതിരെ കേസ് കൊടുത്തത് എന്ന് പറയുമ്പോൾ ആദ്യ ഭാര്യയോ എന്ന് വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ അതെ അങ്ങനെയാണ് അവർ പറഞ്ഞത്, ഞാനും അവരുമായിട്ട് എന്തായാലും നല്ല വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയ്യോ മോളെ, ഇങ്ങനെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ മോളുടെ അമ്മയുമായിട്ടുള്ള വിവാഹം അതൊന്നും പേടിക്കേണ്ട, എന്തായാലും അമ്മ അറിഞ്ഞോ കാര്യങ്ങളെന്ന് അമ്മൂമ്മ ചോദിക്കുമ്പോൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, എന്തായാലും അറിയും, ഞാൻ എന്തായാലും അമ്മയെ കൺവിൻസ് ചെയ്തോളാം, അതുകൊണ്ടൊന്നും ആരും പേടിക്കേണ്ട, കല്യാണം എന്തായാലും നടക്കും, നടത്തിയിരിക്കും എന്ന് പറയുന്നിട്ട് നേരെ നമ്മുടെ കാർത്തിക അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ പറഞ്ഞതിൻ്റെ അർത്ഥം, അച്ഛൻ എന്താ ആദ്യ ഭാര്യയുണ്ടോ, എൻ്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, ഉണ്ടെങ്കിൽ പറയും, ഇപ്പോഴെങ്കിലും ഒന്ന് സത്യം പറയും എന്നോട് എന്ന് പറയുമ്പോൾ അമ്മമ്മ പറയാണ്, അതേ മോനെ, അങ്ങനെ ഒരു കല്യാണം നിൻ്റെ അച്ഛൻ ആദ്യമേ കഴിച്ചിട്ടുണ്ടായിരുന്നു, ആ നാഗർകോവിലിൻ്റെ അടുത്തു നിന്നാണ് കല്യാണം കഴിച്ചത്, അവിടെയാണ് വീട്, നിൻ്റെ അമ്മയേക്കാളും എന്തിനും പോകുന്നൊരു സ്ത്രീയാണ് അത്, അവളുടെ കൂടെ ഒരാണിന് ജീവിക്കാനും പറ്റില്ല, അവൾ അങ്ങനത്തോളാണ്, ഞാനും നിൻ്റെ അച്ഛനും ഒരു രാത്രിക്ക് രാത്രി അവളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോന്നതാണ് എന്ന് പറയുമ്പോൾ വളരെ പേടിയോടൊക്കെ കൂടിയാണ് പ്രകാശൻ വിക്രത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. ആ വിക്രം പറയാണ്, അതൊന്നും കുഴപ്പമില്ല അച്ഛാ, ഇതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണയാണ്, ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങ് ഒന്നിച്ച് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അങ്ങ് ഒഴിവാക്കുക, അതത്ര തന്നെ ഉള്ളൂ, പിന്നെ ഈ കാര്യം എൻ്റെ അമ്മയ്ക്ക് അറിയോ, അതായത് അച്ഛൻ്റെ രണ്ടാം ഭാര്യയ്ക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, ഇതുവരെ അറിയില്ല, പക്ഷേ ഇപ്പോൾ അറിയായിരിക്കും, അതുകൊണ്ടാണല്ലോ അവരൊക്കെ ഈ സമയത്ത് വിളിച്ചുകൊണ്ട് വന്നത്, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതെ എന്തായാലും മോന് ഈ ഒരു കാര്യത്തിൽ എൻ്റെ കൂടെ നിന്നല്ലോ, നീയാണടാ എൻ്റെ മകൻ, ഇതാണ് ഞാനും നീയും ഒരുപോലെ ചിന്തിക്കുന്നു എന്ന് പറയുന്നത്, കണ്ടോ അമ്മേ എന്നും പറഞ്ഞ് വലിയ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്,
ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ പെണ്ണ് ഇതിൽ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് എത്രയും വേഗം കാർത്തികേച്ചിയുടെ അമ്മയും അച്ഛനും തമ്മിലുള്ള വിവാഹം നടക്കണം. അതിനുശേഷം നമുക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കണം. ആ കമ്പനിയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടണം എന്ന് പറയുമ്പോൾ അതൊക്കെ നടക്കൂടമാനെ, അതൊക്കെ നടക്കും, ഉറപ്പാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടാവും. ഈ കല്യാണം മുടങ്ങിയതിൻ്റെ പേരിൽ എൻ്റെ അമ്മയും അവിടെ ഉള്ളവരൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ അവരൊക്കെ പോയി കല്യാണം ക്ഷണിച്ചത്. അപ്പോൾ അവരിവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ടല്ലേ പോയത്. എന്തായാലും അവരുടെ സന്തോഷം പങ്കുവെക്കാൻ ഞാൻ അവിടെ പോകുന്നുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കാർത്തിക മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. കാർത്തികയുടെ അമ്മയെ കുറ്റം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ദീപയുടെ വീട്ടിലേക്ക്, അതായത് കല്യാണിയുടെ വീട്ടിലേക്ക് പ്രകാശ് വരുന്നതാണ്. അപ്പം കാറ് വരുന്നത് കാണുമ്പോൾ തന്നെ ബൈജുവും അതുപോലെ തന്നെ പാറുമോളും പുറത്തേക്ക് വരാണ്. അപ്പോൾ പ്രകാശൻ ഇറങ്ങി വരുന്ന കാണുമ്പോൾ അവർ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയാണ്. ചിരിക്കടാ എന്ന് പറയുന്നുണ്ട്. ദേ പുതിയാപ്പള വന്നു എന്ന് പറയുമ്പോൾ ദീപ അവിടേക്ക് വരികയാണ്. നീ എന്താ കരുതിയത്? എൻ്റെ കല്യാണം മുടക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാമെന്ന് നോക്കിക്കോ. എൻ്റെ കല്യാണം മുടങ്ങാനൊന്നും പോകുന്നില്ല. നീയും നിൻ്റെ മോളും മരുമകനൊക്കെ കൂടിയാണ് ഇതൊക്കെ മുടക്കിയെന്ന് എനിക്കറിയാം. ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും. കാർത്തിക മോളുടെ എന്നെ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കി ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വന്നത് എൻ്റെ കാർത്തിക മോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ കല്യാണം ഉണ്ടാകും. പിന്നെ ഒരു പ്രാവശ്യം കോടതി കൂടി നിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇനിയിപ്പോൾ അടുത്തൊരു കോടതി ഉണ്ടെങ്കിൽ അതിൽ നിന്നും എന്നെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് വരാൻ ആൾക്കാർ എൻ്റെ ഉണ്ടടി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ പാറു പറയുന്നുണ്ട്, അതെ മര്യാദയ്ക്ക് സംസാരിച്ചോളാം. എൻ്റെ കയ്യിൽ ഇപ്പോഴും പടക്കൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ആ പടക്കൊക്കെ അവിടെ തന്നെ വെച്ചോടി. പിന്നെ നീ വലിയ വായിൽ വർത്താനം പറയാറായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിന്റെ കല്യാണിയെക്കുറിച്ചൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. നിന്റെ വയറ്റിൽ വെച്ച് അവളെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് നീ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഇപ്പോൾ സത്യമാണെന്ന് ഞാൻ പറയുകയാണ്. അവളെ കൊല്ലല്ല വേണ്ടത്. ഇനി നോക്കിക്കോ, അവളും ഞാനും തമ്മിലുള്ള യുദ്ധം ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അപ്പം ഇനി ഏത് കല്യാണമാണ്? ഇനി ഷഷ്ടി പൂർത്തിയിലും കല്യാണം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ച് അവരങ്ങനെ കളിയാക്കുന്നുണ്ട് ബൈജു. അതെ തലയെടുപ്പുള്ള ആണുങ്ങൾക്ക് ഇപ്പോഴും എപ്പോൾ വേണമെങ്കിലും കല്യാണം കഴിക്കും. ഞാൻ 2 3 കിട്ടി, ഇനി നിനക്കെന്താ? നിനക്ക് ഇതുവരെയായിട്ട് ഒരു പെണ്ണ് കിട്ടിയോ എന്നൊക്കെ ചോദിച്ച് ബൈജുവിനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ബൈജു പറഞ്ഞ ആര് തലയെടുപ്പുള്ളത് നിങ്ങളാ എന്ന് ചോദിക്കുന്നുണ്ട്. കടുവയോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ പരിഹസിക്കുകയാണ് ബൈജുവും നമ്മുടെ പാറൊക്കെ. അതെ എനിക്ക് തന്നെയാണ്ട തലയെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെല്ലുവിളിയൊക്കെ നടത്തി അവിടെ നിന്നും പ്രകാശം പോകുന്നുണ്ട്. നേരെ പോകുന്നത് നമ്മുടെ രാജപ്പൻ വിളിച്ചിട്ട് അവിടെ രാജപ്പൻ കാത്തു നിൽക്കുന്നുണ്ട്. രാജപ്പൻ്റെ അരികിലേക്കാണ്. പ്രകാശം പറയുന്നുണ്ട്, അതെ അണ്ണൻ വിളിച്ചപ്പോൾ ഞാൻ ഇത്തിരി തിരക്കിലായിപ്പോയി, അതാ നേരം വൈകിയത് വരാൻ. എടാ പ്രകാശ, നിന്റെ കല്യാണം മുടങ്ങി. ആ ഫുഡൊക്കെ ആൾക്കാരൊക്കെ കഴിച്ചു തീർത്തു എന്ന് പറയുന്നുണ്ട്. അണ്ണൻ കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനും കഴിച്ചു, പിന്നല്ലാതെ എന്ത് ചെയ്യാൻ, ഇത്രയും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. നിന്റെ കല്യാണം മുടങ്ങി. എൻ്റെ പൈസയുടെ കാര്യം നിനക്കറിയാലോ. 12 ലക്ഷമാണ് ഞാൻ എണ്ണി തന്നിട്ടുള്ളത്. അത് നീ മറക്കരുത് കേട്ടോ. എൻ്റെ ആവലാതി കൊണ്ട് ഞാൻ പറയുന്നതാണ്. പിന്നെ നീ എന്നെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ എൻ്റെ നെഞ്ചാണൊന്ന് പെടഞ്ഞത്. എൻ്റെ കണ്ണിൽ നിന്നാണ് കണ്ണുനീര് വന്നത്. കാരണം എൻ്റെ പൈസ മുഴുവൻ നിൻ്റെ കയ്യിലല്ലേ കിടക്കുന്നത്. ആ ബാലന് വരെ അത്ര വിഷമം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ ബാലനല്ലെങ്കിലും വിഷമം ഉണ്ടാവില്ല. കാരണം അയാൾ അവരുടെ കൂടാണ്. എന്നെ എപ്പോഴായാലും ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അവിടെ വർക്ക്ഷോപ്പിൽ നിന്നപ്പോൾ വരെ എനിക്ക് മര്യാദയ്ക്ക് ശമ്പളം തന്നിട്ടില്ല. അണ്ണൻ പേടിക്കേണ്ട. എന്തായാലും ലക്ഷ്മിയുമായിട്ടുള്ള വിവാഹം ഉടനെ തന്നെ ഉണ്ടാകും. ഈ ലക്ഷ്മി എന്ന് പറയുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇല്ല എന്ന് പറയാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരാളുണ്ടോടാ എന്ന് ചോദിക്കുകയാണ്. എന്താണ് അണ്ണ അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. അല്ല, എൻ്റെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു പോയതാ. എന്തായാലും അണ്ണ പേടിക്കാതിരിക്കുക. അണ്ണ കോടിക്കണക്കിന് രൂപയാണ് എനിക്ക് സ്വത്തായിട്ടുള്ളത്. അതുകൊണ്ട് ഈ 12 ലക്ഷം എന്ന് പറയുന്ന ഒരു നക്കാപ്പിച്ച പൈസയാണ്. അതൊക്കെ ഞാൻ തന്നു തീർക്കും. അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഉടനെ തന്നെ ഞങ്ങളെ കല്യാണം ഉണ്ടാകും. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കുകയെന്ന് പറയുമ്പോൾ ഇനിയും പൈസ എന്ന് ചോദിക്കുകയാണ്. അപ്പം നിന്റെ കയ്യിലുണ്ടായിരുന്നൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ കഴിഞ്ഞില്ലേ, ഇത്രയധികം ഫുഡും സാധനങ്ങളും അതിനൊക്കെ ആയിട്ട് ചിലവായില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ എന്തായാലും 3 സ്റ്റാർ അല്ല, ഇനിയിപ്പോൾ 4 or 5 ആ സ്റ്റാറിലുള്ള ഹോട്ടലാണ് ഇനി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയും പൈസ വേണം. ഒരു 10 ലക്ഷം രൂപ എന്തായാലും മാറ്റി വെക്കിട്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജപ്പൻ പറയാണ്, നീ ഇങ്ങനെയൊക്കെ കളിക്കുന്നുണ്ടല്ലോ, ആദ്യം നിന്നെ സഹായിക്കാനായിട്ട് ആ കല്യാണി ഉണ്ടായിരുന്നു. നിനക്ക് മുൻപ് തന്ന പൈസ അവളാണ് എനിക്ക് തന്നു വീട്ടിയത്. ഇനിയിപ്പോൾ ആരാടാ ഉണ്ടാവുക, നീ ഒന്ന് ശ്രദ്ധിച്ച് കളിച്ചോളട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു പറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക. എല്ലാ ദിവസവും ഇടുന്ന വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ, താങ്ക് യു.